അങ്ങനെ ബാംഗ്ലൂരു സെക്കൻഡ് ഡേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്താ വെച്ചാല് അപ്പൊ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം സെയിം സ്പോട്ട് സെയിം പരിപാടി തന്നെ. നേരത്തെ 10:30 ഇന്നലെ 11:30 ഒരു മണിക്കൂർ മുമ്പ് നീച്ച് ഇറങ്ങിയേതായാലും ക്ലാസ് എടുക്കായിരുന്നു. അപ്പൊ ഇന്നും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്. ഇന്നത്തെ പരിപാടി വയസ്സ് നീ ഇന്നത്തെ പരിപാടി നമ്മളെല്ലാ പരിപാടിയും ബാംഗ്ലൂരിലുള്ള പർച്ചേസിങ്. ഇന്ന് ബാംഗ്ലൂർ അത്യാവശ്യം പരിപാടികളൊക്കെ തീർക്കണം. എന്നാൽ ആകെ ലാഗ് അടിച്ച് നിന്നാണ്ട് ഒന്നും നടന്നില്ല. നാളെ പുറത്ത് തീർക്കണം. 2 ദിവസം കൂടി ഉറങ്ങാനുണ്ട്. എന്തുറക്കത്, ഉറങ്ങണമൊന്നുമില്ല, വെറുതെ ഫോൺ വലിച്ചു തീർക്കണേ. ഉറങ്ങി തീർക്കണ കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ഫുഡ് കഴിക്കാം. ഇന്ന് വെറൈറ്റി എന്തോ കഴിക്കാറാണ് ബൈക്ക്. സെറ്റ് ദോശ, തട്ടുദോശ, കുട്ടിൽ തട്ടുദോശ. തട്ടല്ല സെറ്റ്. ബാംഗ്ലൂർ കണ്ട വേറെ കാര്യം കേട്ടോ, എൻ്റെ ചന്ദ്രനൊക്കെ പറഞ്ഞ മാതിരിയാണ്. രാത്രി പെരും തണുപ്പും പകൽ പെരും ചൂടുമാറല്ലേ. അതേമാതിരി ഭയങ്കര ചൂടാണ് പകലത്ത്. കൈ ഇങ്ങനെ പൊള്ളണ ഫീലാണ് ഈ വെയില്. രാത്രി ആയാലോ നല്ല തണുപ്പാണ്, നല്ല സുഖം. അതാണ് ഈ ഹോട്ടലിൽ തന്നെയാണോ ഒന്നേ. എന്നിട്ടാണ് നിങ്ങൾ ദോശക്ക് വീട് തിരിച്ചു. ഇന്നലെ വന്ന ഷോപ്പിലാണ് വെറും ദോശ ഉള്ളു പറഞ്ഞു. രാവിലെ വലിയ ബ്ലോക്കില്ലല്ലേ, എല്ലാവരും പണിക്കാരുണ്ടായിക്കാരല്ലേ. എല്ലാവരും രാവിലെ ബ്ലോക്ക് ശ്രീകൃഷ്ണ വൈഭവ അതിലാ വന്നു കേട്ടോ. വണ്ടി സൈഡാക്കുന്നുണ്ടാവും. സോഫ്റ്റ് ദോശ കേട്ടോ, സോഫ്റ്റ് ദോശ. ആ പുളിപ്പും കാര്യമൊക്കെ ഉണ്ട്. ഇന്നലത്തെ മാവന്നെ ഇവിടെയും ഇങ്ങനെ അടുക്ക് വരുമ്പോൾ കണ്ടെങ്കിൽ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. ചൗ ബാത്ത്, ഓപ്പൺ ബാത്ത്, നീര് ദോശ, അവൽക്കി ബാത്ത്, റിച്ച് ബാത്ത്. ഇതൊക്കെ തിന്ന ബാത്റൂം പോകുന്ന ഉദ്ദേശിച്ചാൽ ബാത്റൂം തന്നെ ഇരിച്ചില്ല. എല്ലാവരും തോട്ടുണ്ട്. എനിക്ക് ഓട്ടാൻ മതി. ഞാനും മെനക്കെട്ട് പോയി വായിച്ചൊക്കെ നല്ല സാറിൽ പഠിച്ചിട്ടും വായിച്ച് കുറെ വീണ് പഠിച്ചാണ്. ഓനത് ശീലാണ്. സൈക്കിളൊന്നും നല്ല വീക്കിലുണ്ടോ ഓനെ. നമ്മളെല്ലാവരുടെയും ട്രെയിനർ ചെക്കൻ തന്നെയല്ലേ. ബ്രേക്കിങ്ങോ വീഴണ്ട, ട്രിപ്പ് കൊളാക്കണ്ട. പഠിച്ചു സിമ്പിൾ. ഇന്നലത്തെ ട്രെയിനിങ് സെഷൻസ് ഒന്നും വീഡിയോയിൽ ഇടുന്നില്ലല്ലോ. അതെ, പഠിച്ചാലാണ് വീഴുക. ഞങ്ങൾ പൂളിലേക്ക് പോവുകയാണ് ഗായ്സ്. സ്കേറ്റിംഗ് ബോർഡിലൂടെ പോകണം. നല്ല പൂള് കിട്ടും ഇവിടെ. പൂള് ചടം നമ്മളെ ഹെഡ് കവർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും ഗായ്സ്. കാരണം നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് മുടിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തതല്ല. ഇതാണ് പൂള്. ഫ്ലൈ ചെയ്യാം. ഇറങ്ങി ഞാൻ ഇറങ്ങി. ഐഫോൺ വാട്ടർ പ്രൂഫാണ്. നീ ഇട്ടോക്കെ കമ്പനി ഗ്യാരണ്ടിയാണ്. ഈ വന്ന ഐഫോൺ വണ്ടി. അങ്ങനെ 1:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളൊക്കെ കുളിച്ച് ചാടി മറിഞ്ഞ് ആദ്യം നമ്മൾ BSNL ഓഫീസിൽ പോയി നമ്മളെ BSNL സിം പോസ്റ്റ് പെയ്ഡ് ആക്കാൻ. ഞങ്ങൾ 15 കിലോമീറ്റർ 45 മിനിറ്റ്സ്. അതാണ് BSNL ഓഫീസ് എത്തിയിട്ട് ഞങ്ങൾ എത്തി നമ്മൾ തപ്പിപ്പിടിച്ച് ഇവിടെ എത്തിട്ടോ. കസ്റ്റമർ സർവീസൊക്കെ എത്തി. ഇവിടെ പോയി കണ്ട സിം പോർട്ടേഷൻ
സമയം 5 മണിയായിട്ടോ. ബാംഗ്ലൂര് ഒരു ഗാന്ധി കാണുന്ന വോയിസ് പറഞ്ഞ് വെറുതെ അല്ല, ഇവിടെ എന്തെങ്കിലും കാരണമായിട്ട് അങ്ങനെ ലോക്കാക്കി കൊടുക്കും. അപ്പോൾ സിമ്മിന് വന്നിട്ട് കുറേ നേരം നിന്ന് BSNL അങ്കറിഞ്ഞുകൊണ്ട് അത് കിട്ടിയില്ല, എപ്പോഴും കിട്ടിയിട്ടില്ല. ഇനി നാളെ രാവിലെ കിട്ടുള്ളൂ. സർവർ ഇഷ്യൂ പറഞ്ഞപ്പോൾ നമ്മളേതായാലും ബാക്കി പരിപാടി ഇനി പർച്ചേസുകളുണ്ട്, സമയം ഉണ്ടാവും. ഈ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ മറ്റന്നാൾ പോകേണ്ടി വരും. 2.5 കിലോമീറ്റർ 12 മിനിറ്റ്, കാറാണെങ്കിൽ 18 മിനിറ്റ്, ബൈക്ക് ആക്കി കഴിഞ്ഞാൽ പോക്കറ്റ് റോഡ് കിട്ടും കേട്ടോ. ബാംഗ്ലൂർ പണി വന്നപ്പോൾ ഞാൻ വേറെ കണ്ടോ, ഞാൻ വരെ കണ്ടില്ല. പൈസ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ടിൻ്റെ ബസ് കണ്ടോ, സൗണ്ട് ഒന്നുമില്ല. നമ്മൾ വന്നത് ഹോട്ടൽ പ്രിൻസിക്കാണ്. ഫസ്റ്റ് ഞാൻ കഴിച്ചപ്പോൾ അടിപൊളി ഫുഡ്, കണ്ടിട്ട് അടിപൊളിയാണ്. മൂന്നാമത് വന്നപ്പോൾ ഫുഡൊന്ന് ചെറുതായിട്ട് പാളി. അപ്പോൾ നമുക്ക് ഹംസ പൈസ 3 പറഞ്ഞു. അപ്പോൾ പാർക്കിംഗ് വലിയ സീനാട്ടോ, ഫുള്ള് വണ്ടികളാ. അപ്പുറത്തെ സൈഡിൽ നോ പാർക്കിങ്ങും ആണ്. അവിടെ ഇരിച്ചു ടുഡേ നോ പാർക്കിംഗ്, ഇന്ന് മാത്രം പാർക്ക് ചെയ്യാൻ പറ്റില്ല. വല്ലാത്ത മതി. എന്നാൽ കയറി കയറി നമ്മള് ഹംസ ഹംസിന്നുണ്ട് ഫുഡ് വെച്ചിട്ട്. ഇവിടെ അഫ്ഗാനല്ലോ എന്താ പറയുക, വെജിന് വില കുറവാണ്, ഇവിടെ നോൺ വെജിന് വില ആണ്. അങ്ങനല്ല, ആദ്യം ഒരു ചിക്കൻ ബിരിയാണി പറയാം. ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത് പറയാം. കാരണം വെറുതെ ആണല്ലോ, ആണെങ്കിൽ ബാക്കി പോയി അപ്പുറത്ത് ഹോട്ടലിൽ തിന്നാം. ടേസ്റ്റ് നോക്കുക, അതാണ് മെയിൻ. ഒരു ബിരിയാണി 1 ബിരിയാണി, ഒരു ബിരിയാണിക്കുള്ള കറിയൊക്കെ ഉണ്ട് കേട്ടോ. ടിഷ്യൂ ബിരിയാണിക്ക് കറിയൊക്കെ ഉണ്ട്. ഒരു ബിരിയാണി ഇതാണ് ക്വാണ്ടിറ്റി. അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി പറഞ്ഞാൽ ആദ്യം സാമ്പാർ. ഓക്കെ, നമുക്ക് ബിരിയാണിക്ക് സാമ്പാറല്ല, ഏതാ സാമ്പാറല്ല, അതൊരു കുമ്പളങ്ങ കട്ടൊരു കറിയാണ്. കുമ്പളങ്ങ കറിയാണ് വന്നത്, ആ കറി. പിന്നെ ഇവിടെ ഒരു ഇതെന്താ ചിക്കൻ മാർക്കത്തിൽ കറി, ഇതൊക്കെ നോക്കണോ, എന്തൊരു കറി, പള്ളിക്കറി, പിന്നെ ചോറ്. ഇങ്ങനെയാണ് വരുന്നുണ്ട് ഇവിടുത്തെ ഐറ്റംസ്. അങ്ങനെയുണ്ട് ഫുഡ്. അങ്ങനെയുണ്ട് ഫ്രണ്ട്സിനപ്പോ കുഴപ്പമില്ല, കുടുവിൻ്റെ അത്ര പോരാ. സംഭവം കറിയും കൂട്ടി തിന്നണം എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ 2 സൈഡിൽ കറി വരണം. ആദ്യം ഇത് പറഞ്ഞത് ചിക്കനും ബീഫും നല്ല കേട്ടോ. കടലക്കറിയുണ്ട്. ഇപ്പുറത്ത് കറി കൂട്ടി തിന്നാൽ വേറെ വേറെ ടേസ്റ്റ്, ചോറ് വേറെ ടേസ്റ്റ്. എനിക്ക് ചോറ് ഒറ്റയ്ക്ക് പറ്റില്ലോ. ആരും കൂടി ഇഷ്ടപ്പെട്ടു. 220 കേട്ടോ ബിരിയാണി റേറ്റ്. അവിടെ നിന്ന് പകുതി ചോറ് വെച്ചാണ് ഞാൻ വരുന്നുണ്ട്. ബാക്കി പ്രിൻസ് എന്നാണ്. പ്രിൻസ് എന്ന് ഇവനോടൊപ്പം കഴിച്ചാൽ വെറൈറ്റി ഡിഷ് ബിരിയാണി. സെയിം പ്ലേറ്റിലെ കറിയും സെയിം തന്നെ. ഒരു സാധനം കൂടി കമ്മിയുണ്ടല്ലോ, തൈര് കമ്മിയുണ്ടല്ലേ. സ്പൂൺ കൂടി ഇല്ല മോൻ്റെ മരത്തിൽ. 220 ചിക്കൻ ബിരിയാണി 50 ബീഫ് ബിരിയാണി. ട്രൈപോഡ് ബീഫൊക്കെ നല്ലോണം കേട്ടോ ക്വാണ്ടിറ്റി. ട്രൈ ചെയ്ത് കൊള്ളാം. ഒരു വെയിറ്റ് ഇടിഞ്ഞ് പ്രശ്നമല്ല അവിടെ. പ്രൈസ് പുറത്തുമാണ്. ഇന്ന് പ്രിൻസ് ഹോട്ടലാണ്. വരുന്നത് ഒരു തൈരത്ത് സെയിം സംഭവം. അപ്പോൾ പ്രിൻസ് ഹോട്ടലിൽ നമുക്ക് 50 രൂപ കേട്ടോ ഒരു ബീഫ് ബിരിയാണിക്ക്. കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ്, എന്നാലും വെറുത്താണ് സാധനം വെറുത്തട്ടോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് 6 മണിയായിട്ട് സമയം. ചെറിയൊരു മഴ ഇങ്ങനെ പാറുണ്ട്, തുള്ളിയുണ്ട്. അപ്പോൾ ജേസി റോഡ് അടുത്തിട്ടോ. ഇതുകൊണ്ട് നിങ്ങൾ ലോക്കിലുള്ളതാണ് കേട്ടത്. നോ പാർക്കിംഗ് കിട്ടാൻ വീട്ടിൽ വരും. നോക്കില്ല ഓലൻ്റെ നമ്പർ എല്ലാം കണ്ടുകൊണ്ട് പോയതായിരുന്നു. ഫുള്ള് ലോക്കാണ്. ശരിക്കും ബാംഗ്ലൂരിൽ ബ്ലോക്ക് കംപ്ലൈൻറ്റ് വന്നു. ഇത് കംപ്ലൈൻ്റ് ഒന്നുമല്ല. ഇവിടെ മഞ്ചേരിക്ക് 10 കിലോമീറ്റർ നമ്മൾ 10 കിലോമീറ്റർ. ഇത് എന്തിനാണ് അങ്ങനെ ഇവിടെ എത്തി. 6 മണിക്കടന്ന് പോകുന്നുണ്ട്. 6:30 ഇവിടെ എത്തി. എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് 3 കിലോമീറ്റർ 1.5 മണിക്കൂർ. ആദ്യമായിട്ടുണ്ട് ഹെൽമെറ്റ് വാങ്ങിക്കുന്ന ഒരു കടന്നു. ഓടി ഹെൽമെറ്റ് വാങ്ങിക്കാൻ മാറ്റി കൊണ്ടു വെച്ചിട്ടാ പൈസ. ഹെൽമെറ്റ് മാറ്റി കൊണ്ടു വെച്ചിട്ടേക്കാരനെ അത് സ്നേഹം കൊണ്ട് വരുത്തി. വണ്ടിൻ്റെ ഷായൊക്കെ വാങ്ങിക്കാണ്ട് ഓരോരോ അനുഭവങ്ങളാണല്ലോ. അതാദ്യമായിട്ടാണ് ഇവിടെ ഒരു പഞ്ചിങ് ഉണ്ട്. ഉള്ളിൽ കയറാം. ദിസ് ഈസ് എ ലോകം. പുറത്തേക്ക് നോക്കിയ സമയത്തായത് എപ്പോൾ കയറി പോയിട്ടുള്ളിൽ കയറുമോ? സമയം
8:45 ഉണ്ടോ കയറി കൂടിയുണ്ട് ഫുള്ള് ചെങ്ങായി പർച്ചേസ് ഫുൾ സാധനം സെറ്റ് കേട്ടോ. ഹെൽമെറ്റും മറ്റേ ഏതൊക്കെയാണ് ഇൻട്രക്കോം ഹെൽമെറ്റ് BMW ബൈക്ക് വാങ്ങി വായിച്ചു മതിയായില്ലോ അയാൾ കാണിച്ച റൂമൊക്കെ എത്തിരി കാണിച്ചു വായിച്ചു. ആക്സിഡന്റ് ഹെൽമെറ്റ് ഒക്കെ പറിച്ചാൽ അതിനെ പറിച്ചത് കാരണം എൻ്റെ കജിമ്മ ഗ്ലൗ ആണല്ലേ. എന്താ വെച്ചാൽ നമ്മൾ പെട്ട് പോകാനുള്ള കേട്ടോ പറിച്ചു. ഇതിനുള്ളതോ ഉള്ളിലുണ്ട് ആദ്യം എന്ത് പറിക്കുക ഇതിനുണ്ട് 1X കേട്ടോ. അൺബോക്സിങ്ങിലായി കേട്ടോ. ഇതോ അങ്ങനെ ഇതിനെന്താ പറയുക ആൻറ്റി ഫോഗ് നമ്മൾ പറിച്ചിരിക്കുകയാണ്. കവറിങ് പറിച്ചു. എൻ്റെ വണ്ടിനൊക്കെ ഒരു മാച്ചില്ല വേണ്ടത്. എൻ്റെ വണ്ടീൻ്റെ ഒരു കളറായിട്ട് മാച്ചില്ല അറിയാം. എൻ്റെ ഡൊമൈൻ റൂമൊക്കെ ഡൊമിനോ റൂമൊക്കെ തീരെ മാച്ചില്ല. എൻ്റെ ഡൊമിനോ റൂമിൽ 40 എപ്പോഴും റൂമൊക്കെ എത്തിയിട്ടില്ല. ഫുഡൊക്കെ വന്നു വായിക്കുന്ന കണ്ടുപിട്ടില്ല. ഇപ്പോൾ ഏതാ അങ്ങനെയല്ലയോ അവിടെ കാണുന്നത്. ഇങ്ങോട്ടത്തെ പറഞ്ഞേ പൈസ ഇങ്ങോട്ടത്തെ പറഞ്ഞേ ഇങ്ങോട്ടത്തെ പറഞ്ഞേ അങ്ങനെയല്ലേ ദാസറഹള്ളി ഫുള്ള് ഹള്ളിയാണ്. മോഹൻലാൽ പറഞ്ഞ മാതിരി മറ്റേ 3 ഹള്ളിയിലേക്കുള്ള വള്ളി പറഞ്ഞില്ലേ അതേമാതിരി കുറേ ഹള്ളികൾ കളിയാണ് അവിടെ. റൂമൊക്കെ എത്ര നേരമാണ് 12 പോയത്. ആ കൊണ്ടുപോകണം പെട്ടി കൊണ്ട്. ഇതോ ഇത് അത് കിട്ടില്ല ഗ്ലൗസ് കിട്ടില്ല. തന്നെ ഹെൽമെറ്റ് കൊണ്ട് നമ്മൾ ഇറങ്ങി ഗൈസ്. ഈ പെട്ടിയിൽ കുറേ പൊട്ടിക്കാൻ സാധനങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടി കിട്ടുന്നതാണ്. എൻ്റെ പൈസ ലക്ഷങ്ങളും ഇവർക്ക് അങ്ങോട്ട് എപ്പോഴും അങ്ങോട്ട് പോയെടുത്താ ഈ കോണിക്ക് വേറെ